ഗുഡ് മോർണിംഗ്. ഞാൻ അദ്വൈത. ഞങ്ങൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ്. നിങ്ങൾ വിചാരിക്കും വേസ്റ്റ് സെഗ്രിഗേഷൻ അതെന്തിനാ? കുറേ മെത്തേഡ്സ് ഓൾറെഡി ഉണ്ട്. കുറേ വേസ്റ്റ് ഡീഗ്രേഡബിൾ, നോൺ ഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇതായിരുന്നു നിന്നൊക്കെ യുണീക്കാണ്. ബിക്കോസ് നിങ്ങളിപ്പോൾ ഒരു പാർക്കിൽ പോകും, അവിടെ കുറേ ഡസ്റ്റ്ബിൻസ് ഉണ്ട്, മെറ്റൽ, പേപ്പർ, ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ ഭയങ്കര ബിസിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചിടാൻ സമയമില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ വേറൊരു വിഷയം കാണുന്നത് വേസ്റ്റ്, ഓർഗാനിക്, മെറ്റൽ, പേപ്പർ, അങ്ങനെ വന്ന് പ്ലാസ്റ്റിക് ഒരു വിഷയം. അതിലേക്ക് ഇത് അതിന്റെ ക്യാമറയിലേക്ക് ഇത് കാണിച്ച് ഇട്ടാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ഓരോന്നിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതായിരിക്കും ചൂസ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതാണ് ഞങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വേസ്റ്റ് സെഗ്രിഗേഷൻ മെത്തേഡ്. ഇതെങ്ങനെയാ വെച്ചാൽ ഇതിന്റെ ക്യാമറയിലേക്ക് ഇത് കാണിക്കുമ്പോൾ അത് സെൻസ് ചെയ്യും, അത് പ്ലാസ്റ്റിക് ആണോ പേപ്പർ ആണോ. അതിൻ്റെ RI സെൻസർ, കളർ സെൻസർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് യൂസ് ചെയ്ത് അത് ഈ ഫോണിലേക്ക് ഇടുമ്പോൾ അത് പേപ്പർ ആണ് പേപ്പറിന്റെ ബിന്നിലേക്ക്, ഓർഗാനിക് വേസ്റ്റ് ആണ് ഓർഗാനിക്കിന്റെ ബിന്നിലേക്ക്, പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കിന്റെ ബിന്നിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ഇത് ഞങ്ങളിപ്പോൾ ഒരു സ്റ്റിമ്മറാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഐഡിയ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിൽ കുറേ തരം സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. കളർ സെൻസർ, IR സെൻസർ, മോയ്സ്ചർ സെൻസർ. ഇതിൽ കളർ സെൻസർ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൽ തന്നെ കുറേ തരം പ്ലാസ്റ്റിക് ഉണ്ട്. അത് മെറ്റൽ ഉള്ളിലിരുന്ന പ്ലാസ്റ്റിക്കിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് കളർ സെൻസർ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇതിപ്പോൾ നിറഞ്ഞു വിചാരിക്കും. അപ്പം മറ്റൊരു ഡസ്റ്റ്ബിൻസ് ആണെങ്കിൽ നിറയുമ്പോൾ മനസ്സിലാവും നിറഞ്ഞു, അപ്പം അതിന് ആൾക്കാർ ഇത് മാറ്റും. പക്ഷെ ഇതെങ്ങനെ മനസ്സിലാവും? ഇതിവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. സ്ക്രീനിൽ ഫുൾ കാണുമ്പോൾ ഒരു റെഡ് ബട്ടൺ ബ്ലിങ്ക് ചെയ്യും. അത് എന്നിട്ട് ഇവർ ഒരു ഓഫീസ് ഉണ്ടാവും, ഇതിന് തന്നെ ഒരു സെൻറ്റർ പോലെ. ആ സെൻറ്ററിലേക്ക് IoT വെച്ച് കണക്ട് ചെയ്ത് ഞങ്ങളൊരു ആപ്പ് ആക്കുന്നുണ്ട്. ആപ്പ് വഴി ഇതവിടെ കണക്ട് ചെയ്യും. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ഇത് അവർക്ക് അവിടെ മെസ്സേജ്, അവർക്ക് അവിടെ ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഫോർവേഡ്. താങ്ക് യു.